കൈകൊട്ടിപ്പാടിടുവിൻ എന്നാളും യേശുവിനാ ലോകത്തിൻ പാലകനാ രക്ഷകനാം നാഥനാ കൈകൊട്ടിപ്പാടിടുവിൻ എന്നാളും യേശുവിനാ ലോകത്തിൻ പാലകനാ രക്ഷകനാം നാഥനാ രാജാവല്ലോ അവൻ രാജാവല്ലോ അവൻ രാജാതിരാജനല്ലോ ഇനി ലോകം ഭരിച്ചിടാനാഗതനായി കർത്താതി കർത്തനല്ലോ രാജാവല്ലോ അവൻ രാജാവല്ലോ അവൻ രാജാതിരാജനല്ലോ ഇനി ലോകം ഭരിച്ചിടാനാഗതനായി കർത്താതി കർത്തനല്ലോ സ്തോത്രം പാടിടുവിൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശരീരത്തോടും പൂർണ്ണ ആത്മാവിശക്തിയോടും സ്തോത്രം പാടിടുവിൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശരീരത്തോടും പൂർണ്ണ ആത്മാവിശക്തിയോടും രാജാവല്ലോ അവൻ രാജാവല്ലോ അവൻ രാജാതിരാജനല്ലോ ഇനി ലോകം ഭരിച്ചിടാനാഗതനായി കർത്താതി കർത്തനല്ലോ രാജാവല്ലോ അവൻ രാജാവല്ലോ അവൻ രാജാതിരാജനല്ലോ ഇനി ലോകം ഭരിച്ചിടാനാഗതനായി കർത്താതി കർത്തനല്ലോ പാടിടുവിൻ തപ്പിൻ താളവും വാദ്യമേളവും സംഘനൃത്തത്തോടും പാടുവിൻ ആർത്തു പാടിടുവിൻ തപ്പിൻ താളവും വാദ്യമേളവും സംഘനൃത്തത്തോടും പാടുവിൻ രാജാവല്ലോ അവൻ രാജാവല്ലോ അവൻ രാജാതിരാജനല്ലോ ഇനി ലോകം ഭരിച്ചിടാനാഗതനായി കർത്താതി കർത്തനല്ലോ രാജാവല്ലോ അവൻ രാജാവല്ലോ അവൻ രാജാതിരാജനല്ലോ ഇനി ലോകം ഭരിച്ചിടാനാഗതനായി കർത്താതി കർത്തനല്ലോ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാനിവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ സന്ദർഭങ്ങളാണ് സാത്താനെ വളരെ ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ടൊന്നുമല്ല വളരെ ഡയറക്റ്റായിട്ടും സാത്താനെ ബന്ധിച്ച് പ്രാർത്ഥിക്കും യാതൊരു മയവുമില്ലാതെ യാതൊരു ദാക്ഷിണ്യമില്ലാതെയാണ് എൻ്റെ എല്ലാ ശുശ്രൂഷകളും ഞാൻ പരസ്യമായിട്ട് ചെയ്യുന്ന അങ്ങനെയാണ്. അതൊരു നിസ്സാര കാര്യമല്ല. എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമല്ല എൻ്റെ മേലുള്ള ജ്ഞാനത്തിൻ്റെ ശക്തി കൊണ്ടുകൂടിയാണ് ഞാനത് ചെയ്യുന്നത്. ഇല്ല, ഒരിക്കലും ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഒരു കാലത്ത് കഴിഞ്ഞുപോയ ഈ ജീവിതത്തിൽ വലിയ വേദനകൾ കടന്നുപോയ കാലഘട്ടങ്ങളിൽ ചിലപ്പോഴൊക്കെ ഞാൻ നിസ്സഹനായി നിന്നിട്ടുണ്ട്. എനിക്ക് ബന്ധിച്ച് പ്രാർത്ഥിക്കാവുന്ന ഒരു മനസ്സിന് ഒരു ധൈര്യമൊന്നും ഇല്ലായിരുന്നു, ഉണ്ടായിട്ടില്ല. ചില സമയങ്ങളിൽ തോന്നിയിട്ടില്ല. കാരണം അത്രമാത്രം വലിയ കഠിനമായ പരീക്ഷകളോട് കടന്നുപോയ ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോഴെന്നല്ല കുറച്ച് മുമ്പേ പറയുകയാണ്, സമയങ്ങളിലൊക്കെ മനസ്സിന് ആ ഒരു ബലമില്ല, ആ ഒരു ധൈര്യമില്ല, ശക്തിയില്ല. പക്ഷെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, അതിനെ പഠിപ്പിക്കുകയായിരുന്നു.
ജ്ഞാനത്തിൻ്റെ സംരക്ഷണം, ജ്ഞാനം കൂടെ ഉണ്ട് എങ്കിൽ നിനക്ക് യു ഹാവ് ദ അതോറിറ്റി, ദ പവർ ടു ട്രെഡ് ഓൺ ദ സ്നേക്സ് ആൻഡ് സ്കോർപിയോൺസ്. പാമ്പുകളുടെയും തേളുകളുടെ മേൽ ചവിട്ടി നടക്കാൻ നിസ്സാരമായിട്ട് നിനക്ക് ചവിട്ടി നടക്കാം. ഹല്ലേലൂയ. ജ്ഞാനം കൂടെ ഉള്ളത് കൊണ്ടാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. എനിക്ക് ആരോ ഒരാൾ അയച്ചു തന്നാണ് ഒരു വാട്സാപ്പിൽ ഒരു വീഡിയോ. ലോകത്തിലെ വലിയ പ്രശസ്തനായ ഒരു സുവിശേഷ പ്രഘോഷകനാണ്. എന്താ സംഭവം അറിയാമോ? അദ്ദേഹം ഒരു കൊറോണ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൊറോണ രോഗി കിടക്കുന്നത് ഏതോ ഒരു ഹോസ്പിറ്റലിലെ മുറിയിലാണ്. അവിടെ ഇദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ക്യാമറ അവിടെ കൊണ്ട് വെച്ചിട്ട് ആ ക്യാമറയിലൂടെ ഈ രോഗിയെ ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ കാണിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം സ്റ്റുഡിയോയിൽ ഇദ്ദേഹം ക്യാമറയിലൂടെ ഇദ്ദേഹം ടി വി കാണുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ആ കിടക്കുന്ന രോഗിക്കും ഇദ്ദേഹത്തെയും കാണാം, ഇദ്ദേഹത്തിൻ്റെ രോഗിയും കാണാം. അങ്ങനെ സംവിധാനമാണ് ശരിക്കും. അപ്പോൾ ഇദ്ദേഹം രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത്ര കാര്യമായിട്ട് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് കാണണമെന്ന് വിചാരിച്ച് ഞാൻ കണ്ടു. എൻ്റെ ആത്മാവ് ഭയങ്കര ദാഹത്തോടുകൂടി നോക്കുകയാണ്. ഈ മനുഷ്യൻ ഭയങ്കര പ്രശസ്തനായ ഒരു പ്രഘോഷകനാണ്. ഇദ്ദേഹം പറയുന്നത് കേൾക്കാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ, ഇംഗ്ലീഷിലാണ്, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ ബന്ധിക്കുന്നു കൊറോണ എന്ന വൈറസിനോട് പറയുന്നത് കേൾക്കാൻ വേണ്ടി ഞാനിങ്ങനെ എൻ്റെ ആത്മാവ് ഭയങ്കര ദാഹത്തോടെ അത് മുഴുവൻ കണ്ടു. പക്ഷെ ആ മനുഷ്യൻ്റെ ഒറ്റ വാക്ക് അങ്ങനെ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ലജ്ജിച്ചു പോയി. എനിക്ക് വലിയ വേദന തോന്നി. തരും അതല്ലായിരുന്നു പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്. ഞാൻ പറഞ്ഞതെന്നറിയാമോ? അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള ജ്ഞാനത്തിൻ്റെ സംരക്ഷണമില്ലായിരുന്നു. ജ്ഞാനത്തിൻ്റെ ആ സംരക്ഷണമില്ലായിരുന്നു, അതിന് ചെയ്യാൻ സാധിച്ചില്ല. ഇന്ന് ഈ തലമുറയിൽ എപ്രകാരമാണ് ജ്ഞാനം നമ്മോട് ഒത്തു വസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നാളുകളിൽ ലഭിച്ചതായ കൊറോണ ഉള്ള സൗഖ്യങ്ങൾ. ഹല്ലേലൂയ. അതുമാത്രം മതി ഇവരുടെ വരെ. അനേകം ആൾക്കാർ കൊറോണയ്ക്ക് ഒത്തിരി ഞാൻ കയറി നോക്കി, യൂട്യൂബിൽ കയറി നോക്കി. ഞാൻ അടുത്ത കാലത്ത്, കാരണം ഞാൻ ഈ മാസികയിലേക്ക് ഇത് എഴുതുന്നതിന് മുമ്പ് ഞാൻ നോക്കിയതേ ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളവരുണ്ടോ? ഒത്തിരിയേറെ പ്രാർത്ഥന കിടപ്പുണ്ട്. ഒത്തിരിയേറെ സഭക്കാർക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും പല പ്രാർത്ഥനകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാക്കിയ പ്രാർത്ഥന ഒത്തിരി എണ്ണം കണ്ടു. അത് കൊറോണയ്ക്കെതിരെയുള്ള ആൾക്കാർ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ്. പക്ഷേ ആ കൊറോണയെ ചവിട്ടി മെതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂടി ഞാൻ കേട്ടില്ല അതിനകത്ത്. ഹല്ലേലൂയ. ഒറ്റ കാരണം ഇതാണ്. പക്ഷേ സ്പിരിച്വൽ അഭിഷേകത്തിലെ കർത്താവിൻ്റെ ദാസനും ദാസയും ഈ കൂട്ടായ്മയിലെ പലരും ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളും അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ സൗഖ്യങ്ങളുണ്ടായി. കാരണം നമ്മെ നയിക്കുന്ന ജ്ഞാനമായതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ഹല്ലേലൂയ. അത് ഏറ്റവും വലിയ തെളിവാണത്. ജ്ഞാനം നമ്മളെ നയിക്കുന്നതുകൊണ്ട് മാത്രം നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും എനിക്കും സാധിക്കത്തില്ല, ധൈര്യപ്പെടില്ല. കാരണം നമ്മുടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന എവിടെയോ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ വൈറസ് വളരെ വേഗം അറ്റാക്ക് ചെയ്യാം. പ്രത്യേകിച്ച് പ്രാർത്ഥനക്കാരെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അവന് സംരക്ഷണമില്ലവൻ അറ്റാക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് ധൈര്യപൂർവ്വം പ്രാർത്ഥിക്കത്തില്ല. ഞാനും പ്രാർത്ഥിക്കുമായിരുന്നില്ല. പക്ഷേ മറിയത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ധൈര്യം, മറിയത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സംരക്ഷണം കൂടെ ഉണ്ട് എന്നുള്ള ആ തിരിച്ചറിവ് കൊണ്ട് മാത്രം ആരെല്ലാം ഇന്നും ഇഷ്ടംപോലെ ആൾക്കാരുടെ റിക്വസ്റ്റ് വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്. കൊറോണയുടെ രോഗം ബാധിച്ച ആൾക്കാർ നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, അല്ലെ പ്രാർത്ഥിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്. 189 മണി ജപമാല ചൊല്ലിക്കൂ. ഒരു 189 മണി ജപമാലയും ലുത്തിനിയും. ചില ആൾക്കാർ പറയും ഞങ്ങൾ യാക്കോബക്കാരാണെങ്കിൽ മർത്തോമക്കാരാണെങ്കിൽ അറിയില്ല. അപ്പോൾ പറഞ്ഞു കൊടുക്കും. നന്മ പറഞ്ഞു പറയുന്ന പ്രാർത്ഥന ഇത് വചനമാണ്. ചില ആൾക്കാരുടെയൊക്കെ സമയമെടുത്ത് വചനം പ്രസംഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ വചനം പറഞ്ഞു കൊടുക്കും. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഈ പ്രാർത്ഥന അടിസ്ഥാനം ഈ 2 വചനമാണ്, ബൈബിളിലെ വചനമാണ്. പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവർക്ക് ബോധ്യമാകും, പ്രാർത്ഥിക്കും. വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയും, ഈ മറ്റു ശുശ്രൂഷകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഫോണിലൂടെ ഒത്തിരി 100 കണക്കിന് മനുഷ്യരിലേക്ക് ജപമാല ഭക്തി കൊടുക്കുവാൻ സാധിച്ചു. കർത്താവ് അനുഗ്രഹിച്ച ആളുകളിൽ. ഹല്ലേലൂയ. വളരെയധികം ആളുകളിൽ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കിയ ദൈവം. ഒരു സഹോദരി ദുബായിൽ നിന്ന്, പരിചയമൊന്നുമില്ല, അവരെ ഒരു റിക്വസ്റ്റ് എനിക്ക് അയക്കുകയാണ്. അവർക്ക് നാട്ടിൽ വരണം, അവരുടെ മകൻ്റെ വിവാഹമാണ്. ഈ ഡിസംബറിലായിരുന്നു കല്യാണം.
പക്ഷെ കമ്പനി അവർക്ക് ലീവ് കൊടുക്കത്തില്ല. ഡിസംബർ 30 വരെ അവർക്ക് ലീവില്ല, നാട്ടിൽ പോകാൻ സാധിക്കത്തില്ല. ഈ മോളെ എനിക്ക് ആരോ നമ്പർ കൊടുത്ത് വളരെ വിഷമത്തിലാണ്. മകനെ കല്യാണം നിശ്ചയിച്ചു, നാട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമായി. നീ എന്തിനാണ് ഈ സമയത്ത് കല്യാണം ഇങ്ങനെ വെക്കാൻ പോയത്? നിനക്ക് വരാൻ പറ്റില്ല, എന്തിന് കല്യാണം വെച്ചു? അമ്മയില്ലാതെ കല്യാണം നടത്തണം, മക്കളും മഴക്കായി, എല്ലാവരും മഴക്കായി. അപ്പോൾ ഈ സ്ത്രീ ഭയങ്കര വേദനയിലാണ്. ഇവരിങ്ങനെ എന്നോട് ഒരു പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഒരു മെസ്സേജ് വരികയാണ്. ഞാൻ അവർക്ക് തിരിച്ചൊരു ഉത്തരം കൊടുത്തു. അപ്പോൾ ഇവരുടെ ആ കണ്ണീരോടെയുള്ള പ്രാർത്ഥന മീൻസ് ആ റിക്വസ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരി നീ വിഷമിക്കേണ്ട, നിനക്ക് നിൻ്റെ മകൻ്റെ കല്യാണത്തിന് നാട്ടിലെത്താൻ സാധിക്കും, നിനക്ക് അമ്മ നിനക്ക് ലീവ് തരും, നീ നാട്ടിലെത്തും, നീ ഒന്നും ഭയപ്പെടേണ്ട. അപ്പോൾ ആ സ്ത്രീക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പം ഞാൻ പറഞ്ഞു, നീ 150 മണി ജപമാല ചൊല്ലണം പറഞ്ഞു കൊടുത്തു. ഇവരുടെ കർത്താവ് അത്ഭുതം ചെയ്ത് ആ സ്ത്രീക്ക് കമ്പനി ലീവ് കൊടുത്ത് അവർ നാട്ടിലെത്തി. ഹല്ലേലൂയ. അസാധ്യമായൊരു കാര്യമാണ്. ലീവ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ലീവ് കിട്ടും, നിങ്ങൾ നാട്ടിൽ വന്നിരിക്കും, വിശ്വസിക്കുക. കർത്താവ് ചെയ്തത് കൊണ്ടുവന്നവരെവിടെ? അത് നമ്മുടെ അഭിഷേകമാണ്. സ്വീഡിഷ് അഭിഷേകത്തിൻ്റെ ശക്തിയാണത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആവശ്യം അവരെല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതുപോലുള്ള അനേകം അനുഭവങ്ങൾ, അത്ഭുതകരമായ അനുഭവങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അമ്മ, അവരുടെ മകൻ കുവൈറ്റിലാണ്. കുവൈറ്റിൽ ഹോസ്പിറ്റലിൽ ഭർത്താവ് കോവിഡ് ബാധിച്ച് വെന്റിലേറ്ററിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ, 2 കുഞ്ഞുങ്ങൾ, ആരുമില്ല നോക്കാൻ സഹായിക്കാൻ. ഒരമ്മ കേരളത്തിന് വിളിച്ചിരിക്കുകയാണ്. തൻ്റെ മകനും മരുമകളും അവിടെയാണ്. മകൻ്റെ നില വളരെ മോശമാണ്, ഭയങ്കര പനിയാണ്, വെന്റിലേറ്ററിലാണ്. ഇവർ ഫോണിൽ കൂടെ സംസാരിക്കും. ഇവരങ്ങ് പൊട്ടിക്കരയുകയാണ്. ബ്രദർ, എങ്ങനെയെങ്കിലും എൻ്റെ മകനെ രക്ഷിക്കണമേ, എങ്ങനെ അവൻ നഷ്ടപ്പെടാൻ വിട്ടു കൊടുക്കരുതേ. മരുമോൾ ഫോൺ എടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല ഇപ്പം, കാരണം എല്ലാവർക്കും ഭയമായി. അപ്പോൾ ആ സ്ത്രീയും കോവിഡ് ബാധിച്ചു. അവർ വീട്ടിൽ 2 കുഞ്ഞുങ്ങൾ കൂട്ടത്തിലുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിരിക്കുക, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. എനിക്ക് അവരുടെ ആരും പരിചയമില്ല, ആരോ നമ്പർ കൊടുത്ത് വിളിക്കുകയാണ്. പക്ഷേ അവരോട് എന്തു പറഞ്ഞുവോ അതുപോലെ തന്നെ സംഭവിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മേനെ വിളിച്ചു, ബ്രദറെ നന്ദി, മകന് പനി മാറി, വളരെ കുറവുണ്ട്, ഒത്തിരി സമാധാനമായി. ഞാനിങ്ങനെ ചിന്തിക്കാനുണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ അനേകം ആളുകളുടെ കണ്ണീര് തുടയ്ക്കുവാൻ കർത്താവ് സ്വീഡിഷ് അഭിഷേകത്തിലൂടെ ഇടവരുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രത്യേകിച്ചും ഈ കോവിഡ് ബാധിച്ച് എത്രയോ കുടുംബങ്ങളാണ് നിലവിളിച്ചത്. എത്രയോ കുടുംബങ്ങൾ, എത്രയോ പേരെ സംസാരിക്കുന്നവരങ്ങ് നിലവിളിക്കുക. എന്താ, ആൾക്കാർ മരിച്ചു പോകുന്ന അവസ്ഥയിലാണ്. എത്രയോ കുടുംബങ്ങൾ, എത്രയോ വ്യക്തികളാണ്, എത്രയോ പേരുടെ കണ്ണീരൊപ്പാനാണ് കർത്താവ് ഇടവരുത്തിയത്. ഒരു വശത്ത് നമ്മൾ ലോകത്തിൽ ഞെരുക്കപ്പെട്ടപ്പോൾ, നമ്മൾ ലോകം തള്ളിപ്പറഞ്ഞപ്പോൾ കർത്താവ് നമ്മളെ താങ്ങി, ജ്ഞാനം നമ്മളെ താങ്ങി നിർത്തി, ജ്ഞാനം നമുക്ക് പരിചയമായിട്ട് നമ്മളെ സംരക്ഷിച്ചു. ഈ ലോകത്തെ ജയിക്കുവാനാ, ലോകത്തിന് അസാധ്യമായ ഈ കോവിഡ് എന്ന മഹാമാരിയെ ഒന്നും ചെയ്യാൻ സാധ്യമല്ലാതെ ലോകം പകച്ചു നിന്നപ്പോൾ ആരെല്ലാം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയെ ചോദിച്ച് കടന്നു പോന്നുവോ അവർക്കെല്ലാം സൗഖ്യം കൊടുത്തുകൊണ്ട് കർത്താവ് അവരെല്ലാം അനുഗ്രഹിച്ചു, ഈ അഭിഷേകത്തെ ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് തൃശ്ശൂരിന് അടുത്തൊരു സ്ഥലത്ത്, അവിടെ ഒരു അമ്മ 76 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. കോവിഡ് ബാധിച്ച് അവർ ഹോസ്പിറ്റലിൽ. അപ്പോൾ അവരുടെ ഏതോ ബന്ധപ്പെട്ട ഒരു കന്യാസ്ത്രീ, അവരെ ഈ അഭിഷേകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ കന്യാസ്ത്രീ എന്നെ വിളിച്ച് പറയുന്നു, ഇന്നമാരി അവരുടെ ഒരു സുഹൃത്തിൻ്റെ അമ്മയാണ്, ഹോസ്പിറ്റലിലാണ്, സീരിയസ് ആണ്, അവർ പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് വീട്ടുകാരും വിളിക്കുന്നു, അവർ വിളിച്ചു, പ്രാർത്ഥിച്ചു. ആ അമ്മ സുഖപ്പെട്ടു. 76 വയസ്സ് പ്രായമുണ്ട്. അവർ സുഖപ്പെട്ട് വീട്ടിലെത്തി. അവർ എത്തിയെന്ന് അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വീട്ടിലെത്തിയിട്ട് ഇവരെന്നെ വിളിച്ചു, ബ്രദറെ നന്ദി പറയാൻ വേണ്ടി വിളിച്ച്, സുഖമായിട്ട് വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ നേരെ തൃശ്ശൂരെത്തി. ഞാൻ അന്ന് കേരളത്തിൽ ഇവിടെ ഉണ്ട്, എറണാകുളത്തുണ്ട്. ഞാൻ പിറ്റേ ദിവസം തൃശ്ശൂരെത്തി. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര പേടി. അമ്മ ഇന്നലെ വന്നോളൂ. ഇവിടെ ഞാൻ അവിടെ ഇരുന്ന്, അപ്പോൾ ഈ അമ്മ പറയാണ്, ഈ പ്രാർത്ഥനയോട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷെ എനിക്ക് ഏറ്റവും എന്നെ സ്പർശിച്ചതാണ് 76 വയസ്സ് പ്രായമുള്ള ആ അമ്മയ്ക്കുണ്ടായ സൗഖ്യം. എന്തോ എൻ്റെ ഉള്ളിൽ
രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രചോദിപ്പിച്ചു, ഈ അമ്മയെ ഒന്ന് കാണണം. എനിക്ക് ഒന്ന് ഞാൻ പ്രാഴ്ചയിൽ ഒരു 80 വയസ്സാണ് സുഖപ്പെട്ടിട്ടുണ്ട്. അത് വിദേശത്തെവിടെയാണ്. പക്ഷേ അവരൊക്കെ ഇങ്ങനെ സുഖപ്പെട്ടു, താങ്ക്സ് മെസ്സേജ് വരും, സുഖപ്പെട്ടു തുടരെ അപ്പുറത്ത്. പക്ഷേ എന്നോട് അന്നിങ്ങനെ വിളിച്ച് പറയുമ്പോൾ അതോട് സംസാരിക്കാൻ പറ്റിയത് എനിക്ക് വലിയൊരു ഭാഗ്യമാണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് എന്നെ കണ്ടിട്ടില്ലാത്ത ഒരാൾ, കേട്ടുപോലാത്ത ഒരാൾ എന്നോട് സിസ്റ്റർ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥന ചോദിച്ചു. ഈ അമ്മ പ്രാർത്ഥന ആവശ്യപ്പെട്ടു. അതിനപ്പുറം നമ്മൾ തമ്മിൽ യാതൊരു കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന് വന്നൊരു അനുഗ്രഹമായിട്ട് ഞാൻ എടുത്തത്. ദൈവയുടെ പശുമാൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകി. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പരിശുദ്ധ മാതാവിൻ്റെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നന്ദി പറയണം മാതാവേ. എല്ലാവർക്കും ഈ കുടുംബത്തിലെ മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും എത്തിച്ച് സമർപ്പിച്ചുകൊണ്ട് എല്ലാ തലമുറകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, സ്തോത്രം, മഹത്വം, ആരാധന. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തിന്മകളെയും ബന്ധിച്ച് എല്ലാ ശക്തികളും വിട്ടുമാറി നമ്മുടെ ശരീരത്തിലുള്ള പ്രതിയുണ്ടായ ഫ്രാക്ചറും ദൈവം നടക്കാൻ പറ്റാത്ത എല്ലാ അവസ്ഥകളും തന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് അവിടേക്കെല്ലാം കർത്താവിൻ്റെ ജീവൻ ഇറങ്ങി വരട്ടെ. യോഹന്നാൻ 10:10 കർത്താവ് ഈശോ അരുളിച്ചത്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമർത്ഥം ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. യേശുവിൻ്റെ നാമത്തിൽ സമർത്ഥമായ ജീവൻ ഈ മകളിലേക്ക് ഇറങ്ങി നിറയട്ടെ. പരിശുദ്ധാത്മാവ് വഴിയായി സമൃദ്ധമായി നിറയുമാറാട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഗ്ലോറി, സ്തോത്രം. യേശുവിൻ്റെ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശിക്ഷയുടെ നാമത്തിലും കൃത്യമായിട്ട് നമ്മളെ സ്വാധീനിച്ച കോവിഡിൻ്റെ എല്ലാ വൈറസുകളെ ബന്ധിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ 16:19 ഈ ഭൂമിയിൽ നീ കിട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഈ ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ ഞാൻ ബന്ധിക്കുന്നു. എല്ലാ തിന്മയുടെ സ്വാധീനം വെച്ച് കെട്ടപ്പെടുന്ന നിർവീര്യമായി പോട്ടെ. പിതാവ് വായിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ മുകളിലേക്ക് ഇറങ്ങി വന്ന് നിറയട്ടെ, ഹൃദയത്തിലേക്ക് ഇറങ്ങി നിറയട്ടെ, ആത്മാവിലേക്ക് ചൂട് നിറയട്ടെ, ശരീരത്തിലേക്ക് ഇറങ്ങി വരട്ടെ. സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ, മഹത്വം, ദൈവമേ, നന്ദി. Bind you in the name of Jesus Christ, command you to surrender the name of Jesus Christ of Nazareth. Amen. Hallelujah, glory, hallelujah. എല്ലാ തിന്മകളും വിട്ടു മാറിപ്പോട്ടെ. തീർച്ചയായിട്ടും ഞാനിവിടെ വന്നതിൻ്റെ കാരണം ഈ ഒരു വിശ്വാസം കൊണ്ടാണ്. ദൈവത്തെ പറ്റിയ ഒരു വിശ്വാസം ഇരട്ടി അനുഗ്രഹിക്കട്ടെ, സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. ഈ കൊറോണ വന്നിട്ട് ബ്രദറിൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ സുഖമായി രക്ഷപ്പെട്ടു. അത് എല്ലാവരും അറിയണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. ഇതുപോലെ എത്രയോ മനുഷ്യരിലേക്കാണ് ദൈവത്തിൻ്റെ കൃപ കടന്നു ചെന്നത്. ദൈവമില്ല എന്നും പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരമില്ല, അർത്ഥമില്ല എന്നൊക്കെ ലോകം പഠിപ്പിച്ചപ്പോൾ, ദൈവത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ സ്പിഡൻ ജീസസിനെ ഒരു ഉന്നത ഗോപുരമാക്കി ഉയർത്തിക്കൊണ്ട് അനേക ആയിരങ്ങൾക്ക് രക്ഷ കൊടുക്കുവാൻ ഈ അഭിഷേകത്തെ ദൈവം ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. ആ കാര്യത്തിൽ ഈ ലോകത്തിൽ ആർക്കും ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജ്ഞാനം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. ജ്ഞാനമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യമാണ് ഇതെല്ലാം ചെയ്യാൻ നമ്മളെ ഇടപെട്ട് സഹായിച്ചത്. ആദ്യകാലങ്ങളിൽ ദൈവത്തിൻ്റെ ദാസന്മാരെ ജ്ഞാനം നയിച്ചുവെങ്കിൽ അത് മോശയിൽ കുടികൊണ്ട ജ്ഞാനത്തിൻ്റെ ശക്തിയാണ് മോശയെ അത്രയും ശക്തനാക്കി മാറ്റിയത്. നാം തിരിച്ചറിയണം. അത് ഇന്ന് മറ്റു സഭകളിലെ ബന്ധുക്കുന്ന സഭകളിലൊക്കെ ലോകത്തിൻ്റെ ഇടങ്ങളിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പരിശുദ്ധാത്മാവിലൂടെ. പക്ഷെ അവർക്ക് ജ്ഞാനമില്ല, ജ്ഞാനത്തിൻ്റെ സംരക്ഷണമില്ല. പക്ഷെ ഈ അവസാന നാളുകളിൽ ഇന്നിവിടെ കർത്താവിന്റെ ദാസി പറഞ്ഞു, ജ്ഞാനവും പരിശുദ്ധാത്മാവും ഒന്നിച്ചിവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ ഒരു വലിയ മഹാസംഭവത്തിന് അതിൽ പങ്കുകാരാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. സ്പിരിറ്റ് അഭിഷേകത്തെ ലോകത്തിലേക്ക് അയച്ച് നമ്മളെ വീണ്ടും ജനിപ്പിച്ച് ഒരു പുതിയ ജനതയാക്കി മാറ്റി, ഒരു വിശുദ്ധ ജനമാക്കി മാറ്റി, വിശുദ്ധീകരിച്ച് നമ്മളെ ദൈവം യോഗ്യരാക്കുകയായിരുന്നു ജ്ഞാനത്തെ സ്വന്തമാക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരാനായിട്ട്. ഹല്ലേലൂയ. അങ്ങനെയാണ് നമുക്ക് ജ്ഞാനം ലഭിച്ചത്. അങ്ങനെയാണ് നമുക്ക് നമ്മളെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്രയും വർഷങ്ങളിലൂടെ നമ്മളെ വചനത്തിൽ ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ചു, വിശുദ്ധരായിട്ട് ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ചു, വചനം അനുസരിക്കേണ്ട ആവശ്യം നമ്മളെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷമാണ് അതോടൊപ്പം തന്നെ നമുക്ക് കടന്നുപോയ സഹനത്തിൻ്റെ വലിയ വേദനയുടെ അവസ്ഥകൾ, നമുക്കിത് നേരിടുന്ന എതിർപ്പുകൾ, വിശ്വാസം പരീക്ഷിക്കപ്പെട്ട സമയങ്ങൾ, ദൈവം വിളിച്ചവരൊക്കെ ഉറച്ചു നിന്നു. അഗ്നിപരീക്ഷകൾ അതിജീവിച്ചുകൊണ്ട് അവർ ഉറച്ചു നിന്നു. നമ്മൾ ജയിച്ചവരായിട്ടാണ് ഇന്ന് ഇവിടെ ഈ മണ്ണിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു.
ആരാധിക്കുന്ന നന്ദി പറഞ്ഞ് മഹത്വപ്പെടുന്ന സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും ആദ്യ അധ്യായത്തിലെ ഞാൻ 10-17 വചനം പറഞ്ഞു. അവൾ വിശുദ്ധർക്ക് തങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം നൽകി. പകൽ തണലും രാത്രി നക്ഷത്ര തേജസ്സുമായി അവരെ അത്ഭുതകരമായ പാതയിൽ അവൾ നയിച്ചു. അപ്പോൾ രാത്രി നക്ഷത്ര തേജസ്സോടുകൂടി അവരെ നയിക്കുവാൻ ജ്ഞാനം അവിടെ കൂടെ ആ ജനത്തിന് കൂടി ഉണ്ടായിരുന്നു. മുൻകാലത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നത് അത് പരിശുദ്ധാത്മാവാണ് അവരെ നയിച്ചതെന്നുള്ളതാണ്, മേഘസ്തംഭം. പക്ഷെ വാസ്തവത്തിൽ ആ മേഘസ്തംഭം പരിശുദ്ധാത്മാവുണ്ട്, കർത്താവിനെ നയിച്ചത്. പക്ഷെ അവിടെ ജ്ഞാനം ഉണ്ടായിരുന്നു. ആ ജ്ഞാനത്തിന് വലിയ സംരക്ഷണ ജനതയ്ക്ക് ഉണ്ടായിരുന്നു. നാം അതുകൂടെ മനസ്സിലാക്കണം. എപ്പോഴും ഏറ്റവും ദ മൈറ്റി പ്രൊട്ടക്ഷൻ ദാറ്റ് വി ഗെറ്റ് ത്രൂ ദ അനോയിന്റിംഗ് ഓഫ് വിസ്ഡം. ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിലൂടെയാണ് നമുക്ക് ശത്രുവിൽ നിന്നും സംരക്ഷണം കിട്ടുന്നത്. ഈ ജനം 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവർക്ക് ഏറ്റവും വലിയ സംരക്ഷണം ലഭിച്ചത് ജ്ഞാനത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഹല്ലേലൂയ. ശത്രുക്കളെയൊക്കെ തോൽപ്പിക്കാനും 7 ജാതികളെ തകർത്തു കളഞ്ഞ് മുന്നേറുവാനും ഒക്കെ അവരെ ശക്തരാക്കിയത് ജ്ഞാനത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ അവസാന നാളുകളിൽ നാം ഇന്ന് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ശത്രു മനുഷ്യരല്ല, സാത്താനാണ്. നരകസർപ്പത്തിലെ തകർക്കാൻ അയക്കപ്പെട്ട സ്ത്രീകൾ കൂടി നമ്മൾ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യുദ്ധരംഗത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ പരിചയമായി, നമ്മുടെ സംരക്ഷണ കവചമായി പക്ഷെ നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആ അമ്മയുടെ സംരക്ഷണം നമ്മൾ പ്രാപിച്ചെടുക്കുന്നത് നമ്മുടെ വിശുദ്ധമായ ജീവിതത്തിലൂടെയാണ്. നാം കുറ്റമറ്റവരായി നാം വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെട്ട് നാം ജീവിക്കുമ്പോൾ അവിടെ നമ്മളെ സംരക്ഷിക്കുവാൻ ജ്ഞാനമെന്നും മറിയമുണ്ടായിരിക്കും. ഹല്ലേലൂയ. മറിയത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഈ കാലമെല്ലാം, ഈ കഴിഞ്ഞുപോയ വർഷങ്ങളെല്ലാം 1989 തുടങ്ങിയ ശുശ്രൂഷ ജീവിതം അത് ആരംഭിച്ചത് തന്നെ സാധാരണ പോരാട്ടത്തിലാണ്. ഇവിടെ എല്ലാം വളരെ വ്യക്തമായി തിരിച്ചറിയുകയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലം മുതൽ തന്നെ പരിശുദ്ധാത്മാവ് എന്നെ നയിച്ച ഒരു മേഖലയാണ് കന്യാമറിയത്തോട് പ്രാർത്ഥിക്കുക. എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും ഒരു ശക്തി നിറവ് കിട്ടാതെ വരുമ്പോൾ ചോദിക്കും, ഇത്രയും മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്താണ്, മനസ്സ് ശൂന്യമാണല്ലോ, ഒരു സന്തോഷമില്ല, സമാധാനമില്ല, എന്താണ് ഹൃദയത്തിലൊരു സന്തോഷമില്ലാത്തൊരവസ്ഥ? ഉടൻ ഉത്തരം കാണിച്ചു തരികയാണ് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപമോ അല്ലെ മാതാവിൻ്റെ സാന്നിധ്യം കാണിച്ചു തന്നുകൊണ്ട് കന്യാമറിയത്തോട് പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? ഉള്ളി വരുന്നു 3 അന്വറും ചൊല്ലി പ്രാർത്ഥിക്കുക. 3 ചൊല്ലി കഴിയുമ്പോഴേക്കും ഉന്നത്തിൽ നിന്ന് വരുന്ന വലിയ ശക്തി നിമിഷ നേരം കൊണ്ട് വന്ന് നിറഞ്ഞ് ഭയങ്കരമായ ശക്തി പ്രാപിക്കുമ്പോൾ, ഇത് പല പ്രാവശ്യവും അനുഭവിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായി പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ശക്തിയിൽ കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിച്ചത്. പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, കാരണം നന്മ നിറഞ്ഞ പറയുന്ന പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനെ ഇറക്കിക്കൊണ്ടുവരുന്ന താക്കോലാണ് പ്രാർത്ഥന, നന്മ നിറഞ്ഞ പ്രാർത്ഥന. അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന ശുശ്രൂഷ ആരംഭിച്ചപ്പോഴും ആദ്യകാലങ്ങളിൽ ഇതൊന്നും ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല, ട്രെയിനിങ്ങുള്ള കാര്യങ്ങളല്ല. ഒരു പ്രാർത്ഥന നിമിഷത്തിൽ സംഭവിക്കുന്ന ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ അശുദ്ധാത്മാക്കൾ വെളിപ്പെടുമ്പോൾ എങ്ങനെ എന്തു പ്രാർത്ഥിക്കണം, അവിടെയെല്ലാം ദൈവത്തിന് ആത്മാവ് കൊണ്ടുപോയി പഠിപ്പിച്ചൊരു കാര്യമാണ് പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന, നന്മ നിറഞ്ഞ പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന. അത് അവിടെയെല്ലാം, അവിടെ വാസ്തവത്തിൽ ഇവിടെയെല്ലാം ഈ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുമ്പോഴെല്ലാം ഏറ്റവും ശക്തമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ച മാധ്യമം വഴിയാണ് ജപമാല എന്ന ആയുധം. ആ പ്രാർത്ഥന കൊണ്ട് അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്നു, മനുഷ്യർ സ്വതന്ത്രരാകുന്നു. ജ്ഞാനം 7:22 വചനം, സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. എന്നിട്ട് പറയാം, സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭിഷേപിച്ചത്. ഹല്ലേലൂയ. അതെ, സ്പിരിച്വലിസ്റ്റിനെ ഈ അഭിഷേകത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ പഠിപ്പിച്ചത്, പരിശീലിപ്പിച്ചത് ജ്ഞാനമാണ്. ജ്ഞാനം അന്നേ ജ്ഞാനം കൂടെ നിന്നു. ശത്രുവിനെതിരെ അശുദ്ധാത്മാക്കള് സാത്താന്യ ശക്തികളാണ്. അവരെ ബഹിഷ്കരിച്ചപ്പോൾ എല്ലാം നിസ്സാര കാര്യമല്ല. കാരണം അങ്ങനെയുള്ള ശുശ്രൂഷകൾ ഒരിക്കലും ഒരുത്തരും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. There is no protection. സംരക്ഷണമില്ല. എനിക്ക് അനേകം പേരുടെ ചരിത്രം അറിയാം, അനേകം പേരെ എനിക്കറിയാം. അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ എത്ര ദയനീയമായിട്ട് തകർക്കപ്പെട്ടു. കർത്താവിൻ്റെ കൽപ്പനയാണ് അശുദ്ധാത്മാ പുറത്താക്കുക. പക്ഷേ ഏതെങ്കിലും സമയത്ത് തകർക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ,
ഈ നഷ്ടപ്പെട്ട ആത്മാക്കളെ വീണ്ടെടുക്കാനും രക്ഷ കൊടുക്കാനും മരിച്ചോട് സുവിശേഷം പ്രസംഗിക്കാനും സാത്താന്റെ തടവറകളെ കൊള്ളയടിക്കാനും ആത്മാക്കളെ മോചിപ്പിക്കാനും ഒക്കെ ഇന്ന് സാധിക്കുന്നുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ വിസ്ഡം. അത് ജ്ഞാനത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ലോകം തള്ളിപ്പറഞ്ഞ്, ലോകം മുട്ടത്തോടെന്ന് പറഞ്ഞ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മഹത്വം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ചെയ്യാൻ ആർക്കും സാധിക്കത്തില്ല. ഒരു സാധാരണ ശുശ്രൂഷകന് ഒരിക്കലും സാധിക്കത്തില്ല. ആരെ കൂടുതലും മറിയമുണ്ടോ, ആരെ കൂടുതലും മറിയത്തിൻ്റെ ചൈതന്യമുണ്ടോ, ശക്തിയുണ്ടോ, സാന്നിധ്യമുണ്ടോ, അവർക്ക് മാത്രമേ സാധിക്കൂ. സാത്താൻ്റെ ഈ രാജ്യം നശിപ്പിക്കാൻ, അവൻ്റെ രാജ്യത്തെ കൊള്ളയടിക്കാൻ, അവൻ പിടിച്ചുകൊണ്ട് ആത്മാക്കളെ മോചിപ്പിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധ മറിയത്തിലൂടെ മാത്രമാണ്. ഹല്ലേലൂയ. നമുക്ക് നന്ദി പറയാം. ആ ഒരു വലിയ വിളിയിലേക്ക് നമ്മളെ ദൈവം വിളിച്ചു, നമ്മളെ തിരഞ്ഞെടുത്തു. നമ്മൾ മറിയത്തിൻ്റെ പോരാളികളാണ്. നമുക്ക് വിശുദ്ധരായി ജീവിച്ചുകൊണ്ട് യുദ്ധം ജയിപ്പിച്ച് കൊടുക്കണം പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മയിലൂടെ എന്തെല്ലാം ദൈവം നിറവേറ്റാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നിറവേറ്റി കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരും ശക്തരാക്കട്ടെ. എല്ലാ സ്പിരിറ്റ് മക്കളെയും ഉണർത്തട്ടെ, ജ്വലിപ്പിക്കട്ടെ. നമ്മുടെ ദൗത്യം ആരംഭിക്കുന്നേ ഉള്ളൂ. നമ്മളിതുവരെയും മറക്കപ്പെട്ടിരുന്നവരാണ്. നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ദൗത്യം, അല്ലെ നമ്മുടെ പ്രവൃത്തികൾ ആരംഭിക്കുന്നേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ജ്ഞാനത്തിൻ്റെ ഈ ഭവനം, ജ്ഞാനത്തിൻ്റെ ഈ മണ്ണ്, ലോകത്തിൽ ജ്ഞാനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ ഈ ഭൂമിയിൽ ഇവിടെ ആയിരിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ കർത്താവേ, അവിടത്തേക്ക് നന്ദി പറയുക. പരിശുദ്ധ അമ്മയുടെ വലിയ മഹത്വവും പരിശുദ്ധ മറിയത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയും ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. തൻ്റെ പരിശുദ്ധി കൊണ്ട് സാത്താൻ്റെ തലയെ തകർത്തപ്പോഴാണ് കന്യക മറിയം ക്രിസ്തുവിനെ കുരിശിൽ മരിക്കുവാനും ആ കുരിശുമരണത്തിലുള്ള പിശാചിൻ്റെ ശക്തിയെ തകർക്കുവാനും ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തിയ ജ്ഞാനമെന്ന പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം ഈ അവസാന നാളുകളിൽ ഈ ഉത്തരഗതികൾ നിൽക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ജ്ഞാനമേ, ഞങ്ങൾക്ക് അവിടുന്ന് മതിയായ സംരക്ഷണ കവചമാണ്. ഞങ്ങൾക്ക് അവിടുന്ന് മതിയായ സംരക്ഷണമാണ്. അവിടുന്ന് വിശുദ്ധരായി ജീവിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച്, കൽപ്പനകൾ പാലിച്ച് ജീവിച്ചുകൊണ്ട്, വിശുദ്ധി ജീവിച്ചുകൊണ്ട്, റോമായിട്ട് 14 തിരുവചനം ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളായി ജീവിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെട്ടുകൊണ്ട് അവിടെ മാത്രമേ ജ്ഞാനത്തിൻ്റെ അഭിഷേകം ലഭിക്കുകയുള്ളൂ. അവർക്ക് അവിടെ മാത്രമേ ജ്ഞാനത്തിൻ്റെ ശക്തി ഇറങ്ങി വരികയുള്ളൂ. അശുദ്ധമായി ഒന്നിലും അവൾ പ്രവേശിക്കത്തില്ല. ഒരു മലിനത്തിലുള്ള പ്രവേശിക്കത്തില്ല. എവിടെ വിശുദ്ധിയുണ്ടോ, വിശുദ്ധി ദൈവത്തിൻ്റെ നിയമപ്രകാരം ജീവിക്കുമ്പോഴാണ്, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുമ്പോൾ അവിടെ എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ ജ്ഞാനം വരും. വിശുദ്ധമായി ജീവിക്കുന്നവനെ ജ്ഞാനം തേടുന്നു, അന്വേഷിക്കുന്നു. വിശുദ്ധരായി ജീവിച്ചുകൊണ്ട് നമുക്ക് ജ്ഞാനത്തെ പ്രാപിക്കാൻ പ്രിയപ്പെട്ടവരെ. ഞാൻ നമ്മുടെ ശക്തിയായിട്ട് മാറട്ടെ, സംരക്ഷണമായിട്ട് മാറട്ടെ, നമ്മുടെ വഴിയിൽ, നമ്മുടെ പാതയിൽ പ്രകാശമായിട്ട് മാറട്ടെ. ഈ ലോകത്തെ ജയിക്കുവാൻ നമ്മൾ ശക്തനായിട്ട് മാറട്ടെ. നമ്മൾ തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം. ദൈവമേ അങ്ങേക്ക് നന്ദി. പിതാവേ അങ്ങേക്ക് നന്ദി. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് നന്ദി. ആരാധിക്കുന്ന, അങ്ങേ സ്തുതിക്കുന്നപ്പാ.